ദിവസം 4 മിനിറ്റിട്ടും ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെയുള്ള പോലീസ് നിലപാടാണ് പ്രതിഷേധങ്ങൾക്കും ആശങ്കകൾക്കും വഴിയൊരുക്കുന്നത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച 2 വയസ്സുകാരുടെ കൊലപാതകത്തിൽ ഹരികുമാർ മാത്രമായിരിക്കില്ല പ്രതിയെന്നും അമ്മ ശ്രീധുവിന്റെ പങ്ക് വ്യക്തമാകേണ്ടതുണ്ടെന്നുമാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. തുടക്കം മുതൽ അസ്വാഭാവികത മാത്രമുള്ള ഈ കേസിൽ വ്യക്തതകൾ ഒന്നും വരുത്താതെ ഹരികുമാറിനെ മാത്രം പ്രതിയാക്കി കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണോ പോലീസെന്നും ആരോപണങ്ങൾ ഉയരുന്നു. നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ശ്രീധുവിന്റെ അച്ഛന്റെ മരണത്തിലും അസ്വാഭാവികത ഉണ്ടോ എന്ന് സംശയിക്കുന്നതായും പഞ്ചായത്തംഗവും പ്രദേശവാസിയുമായ KM സുനിൽകുമാർ ചൂണ്ടിക്കാട്ടുന്നു. ഈ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ഈ നാട്ടുകാർക്ക് ഒന്നടങ്കം നല്ല താല്പര്യമായിരുന്നത് പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല താല്പര്യമായിരുന്നു. ഇവിടുത്തെ നാട്ടുകാരെ പോലെ നാട്ടുകാർ ആഗ്രഹിച്ചതുപോലെ ഉണർന്നു തന്നെയാണ് പോലീസ് പ്രവർത്തിച്ചത്. DYSPയുടെ നേതൃത്വത്തിൽ പോലീസ് വരുന്നു, ഫയർഫോഴ്സിനെ വരുത്തുന്നു. ഈ പറഞ്ഞ നിമിഷം കൊണ്ട് കാര്യങ്ങളെല്ലാം കണ്ടെത്തുന്നു, പ്രതികളെന്ന് സംശയിക്കുന്ന ആളുകളെ അവർ കയ്യിലെടുക്കുന്നു, കാര്യം നടക്കുന്നു. എന്നാൽ ഇപ്പോൾ ദിവസങ്ങളനുസരിച്ച് ഇന്നലെ മുതൽ ഇങ്ങോട്ടെന്ന് പറയുമ്പോഴേക്കും ഏതാണ്ട് തണുത്ത മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ശരിക്കും ഇവർക്ക് പ്രതിയെ കിട്ടി ഇവർക്ക് രക്ഷിക്കാൻ വേണ്ടിയാണോ, അതോ പ്രതിയെ ഇവരെ കണ്ടെത്താൻ അവർക്ക് കഴിയാത്തതാണോ? പക്ഷേ ഇപ്പോൾ ഈ പോലീസ് കാണിക്കുന്ന ഈ ഒരു സംഭവം 2-3 ദിവസം കൊണ്ട്, അതായത് ഈ സംഭവം കഴിഞ്ഞു, അന്ന് ഞങ്ങൾക്ക് തൃപ്തികരമാണ്, ഇന്നലെകളിൽ തൊട്ട് ഞങ്ങൾക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇതെന്താണ്? ഇപ്പോൾ പത്രം എടുക്കുമ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിയുന്നത് ഹരികുമാറിൽ നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ സംശയിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു ഈ പറഞ്ഞതുപോലെ ശ്രീധുവാണ്, ഈ കുട്ടിയുടെ അമ്മയാണ് ഇതിൻ്റെ എല്ലാം ബ്രെയിൻ, ഇതിൻ്റെ എല്ലാം കാരണക്കാരി അവളാണ്. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ട് അവളെ ചോദ്യം ചെയ്യുന്നില്ല, അവളെ കസ്റ്റഡിയിലെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നില്ല? കേസിൽ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ നാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മാനസികാരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം ശ്രീധുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതികളും ഉയരുന്നുണ്ട്. ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി 3 പേരിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥയെന്ന് പരിചയപ്പെടുത്തിയാണ് ശ്രീധു പണം വാങ്ങിയതെന്നാണ് പരാതി. ശ്രീധു കരാറടിസ്ഥാനത്തിൽ പോലും ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അച്ഛൻ ശ്രീജിത്തിനെ ഉൾപ്പെടെ ഇന്നലെ വിളിച്ചുവരുത്തി ശ്രീധുവിനെതിരെയുള്ള ആരോപണങ്ങളിലും പരാതിയിലും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും പോലീസ് ഉറപ്പുവരുത്തി വിട്ടയച്ചിരുന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.